ഇതുകൊണ്ടും വളരെ പുണ്യമായ അതുപോലെ ബഹുമാന്യമായ ഒരു വ്യക്തിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഈ എറണാകുളം ടൗണിലൂടെ തന്നെ ഈ വഴിയിലൂടെ തന്നെ ഭക്ഷണ ശങ്കരാചാര്യർ നടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ വേദിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം ഈ 2024 കഴിഞ്ഞു പോയിട്ടില്ല. 2024 ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദ വർഷം കൂട്ടി അദ്ദേഹത്തിൽ ജനിച്ച് 100-ാമത്തെ 24-ാണ് അദ്ദേഹത്തിൽ ജനിച്ചത്. എന്തുകൊണ്ട് ഈ അനുസ്മരണം അർത്ഥവത്താണ്, മഹനീയമാണ്. എനിക്ക് പുണ്യൻ സാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ജോസ് പറഞ്ഞ പോലെ കുഞ്ഞിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ആത്മബന്ധമാണ്. അങ്ങനെ ഒരു പരിചയം എനിക്ക് ശങ്കരാചാര്യമായിട്ടില്ല. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ ഞാൻ 1, 2, 3 വർഷം മാത്രമേ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ശങ്കരാചാര്യ സംസാരിച്ചിട്ടുള്ളൂ. ആലുവ പാലസിൽ എൻ്റെ ഒരു സിനിമയുടെ എഴുത്ത് വഹിക്കുമ്പോൾ ഒന്ന് താമസിക്കും. അങ്ങനെയുള്ള സംസാരങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ശങ്കരാചാര്യനെ അനുസ്മരിക്കുന്ന ഒരു പ്രേക്ഷകൻ നൽകാം, സഹപ്രവർത്തനം നൽകിയല്ല. നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ, അതായത് നമ്മുടെ ഗ്രാമീണ ജീവിതം നഷ്ടപ്പെട്ടു പോയ ചില കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഒരു മനുഷ്യർ ഒരു കഥാപാത്രം നമ്മുടെ വീട്ടുണ്ടായിരുന്ന പേരച്ചൻ, വല്യച്ഛൻ, കാര്യസ്ഥൻ. ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പരിചയം ഉണ്ടാകും. ഇത്രയും അതിനുവേണ്ടി ജീവിച്ച പോലെ ഒരു ശരീരഭാഷ മലയാളിയുടെ ഏറ്റവും കുടുംബത്തിലെ ഒരു വല്യച്ഛനോ ഇളയച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ മാഷോ ഒക്കെ ആവാൻ പറ്റുന്ന ഒരു ശരീരഭാഷയുള്ള അസാമാന്യമായ നടനബന്ധമുള്ള ഒരു മനുഷ്യൻ ശങ്കരാചാര്യപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ നേരത്തെ ജോസ് പറഞ്ഞ പോലെയുള്ള സീൻ ഞാൻ ഓർക്കുന്നത്, ഗടാഗടിയന്മാരായ പശുക്കളുടെ വാക്ക് ഒരുപക്ഷെ ശ്രീനിവാസ് എഴുതി ആയിരിക്കില്ല, അത് ശങ്കരാചാര്യൻ പറഞ്ഞത്. കാരണം ഗടാഗടിയൻ എന്നുള്ള വാക്ക് അത് അസാമാന്യമായ വായനയുള്ള ഒരു ഗതകാലത്തിൻ്റെ ഒരു വാക്കാണ്. ഗടാഗടിയൻ എന്നൊരു വാക്ക് ഇത് വീക്കെൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ശങ്കരാചാര്യനെ പോലെ എഴുത്തും സാഹിത്യവും രാഷ്ട്രീയവും ഒക്കെ അസാമാന്യം വഴങ്ങുന്ന ഒരാൾ ഒരു കഥാപാത്രങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രം വാക്ക്. ഞാൻ അങ്ങനെ വിശ്വസിക്കും. കാരണം ശങ്കരാചാര്യൻ്റെ പല കഥാപാത്രങ്ങളുടെയും സംഭാഷണം തോന്നുമ്പോൾ ഒരു 300 പടത്തിൽ ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യസ്ഥൻ, വല്യച്ഛൻ, ഇളയച്ചാട്ടത്തിന് പക്ഷെ ഓരോന്നും ഓരോന്നാണ്, ഓരോ ശരീരഭാഷകളാണ്, ഓരോ സംഭാഷണം ഉദ്ദേശം. എനിക്ക് ഏറ്റവും ഞാനിപ്പോൾ ഓർക്കുന്നത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ഒരു നോവലിസ്റ്റാണ് മാമൻ. അദ്ദേഹം തിരിഞ്ഞു നിന്നുകൊണ്ട് ആ സീൻ തുറന്നു തന്നെ, സിനിമ തുറന്നു തന്നെ ഞാൻ ഓർക്കുന്നതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ തിരക്കുള്ള ഒരു പൈങ്കിളി നോവലിസ്റ്റ്. ആ സിനിമയുടെ ഒരു വാക്കുകൾ പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മൾ കണ്ട കാലത്ത് കണ്ടിട്ടുള്ള ഒരു പൈങ്കിളി എഴുത്തുകാരനല്ലേ. ഒരു ഫോട്ടോ കൊടുത്ത് ഒരേ സമയം 8-10 നോവലുകൾ എഴുതുന്ന, ആ നോവലുകളുടെ കഥാപാത്രം തെറ്റിപ്പോകുന്ന, അദ്ദേഹത്തെ ഭാര്യ പറയുന്നു, മകളോട് പറയുന്നു ഇതൊന്നും എടുത്ത് വായിച്ചു പോകരുത് എന്ന് പറയുന്ന അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഈ മോഹൻലാലിൻ്റെ ഒക്കെ ബസ്സിൽ അദ്ദേഹം തൊട്ടു നോക്കുന്ന ഒരു കമ്പനിയാണ്. അതിലൊക്കെ ആ സമയത്ത് കൊടുക്കുന്ന ഒരു ആക്ഷനൊക്കെ ഇന്നൊന്നും ഒരു നടനെ കൊണ്ട് സംഘടിപ്പിക്കാൻ അദ്ദേഹം ഓരോ ശിവപാഠം പഠിച്ചാറുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുന്ന, രാഷ്ട്രീയം സംസാരിക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുൻകാലത്തിലെ ഏറ്റവും തീക്ഷ്ണമായ കാലത്ത് ജീവിച്ച ശങ്കരാചാര്യനുള്ള അനുസ്മരണം ശ്രീകരിയിൽ 12 ചേർന്ന് പുസ്തകോത്സവം നടത്തുമ്പോൾ ഇതുകൊണ്ട് ഉചിതമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ യോഗ്യതയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ചുരുക്കുന്നത്. കാരണം അർത്ഥവത്തമായ അല്ലെങ്കിൽ അത് ഒരുതരം കേവലമായ ഒരു അർത്ഥരഹിതമായ വാക്കുകളൊന്നും ഞാൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നില്ല. എൻ്റെ എല്ലാവരുടെ പ്രണാമവും നമ്മുടെ എല്ലാവരുടെയും പ്രണാമം ശങ്കരാചാര്യൻ അറിയിക്കുന്നുണ്ട്. എറണാകുളം ഈ കൊച്ചി നഗരത്തിൻ്റെ അഭിമാനമാണ് ശങ്കരാചാര്യൻ. എനിക്ക് പലപ്പോഴും തോന്നുന്നു ഒരു ശങ്കരാചാര്യൻ്റെ പേരിലുള്ള എന്തെങ്കിലും ഒരു ഓഡിറ്റോറിയമോ ഒരു എന്തെങ്കിലും ഒരു കലാപീഠം കൊച്ചി നഗരത്തിൽ നിന്ന് കൊടുക്കാൻ അദ്ദേഹത്തിന് നമുക്ക് സാധിക്കട്ടെ അദ്ദേഹം അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.